ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മനോസ് ഫുഡ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു നൂലപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. വളരെ സിമ്പിളായിട്ട് കേട്ടോ, നമ്മൾ പൊടി വാട്ടാതെ കുഴയ്ക്കാതെ നമ്മൾ ആ സേവനാടി ഒന്നും ഉപയോഗിക്കാണ്ട് കൈ പോലും നനയ്ക്കാണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നൂലപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചു തരുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്ലീസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് എടുക്കുന്ന നൈസ് പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതൊരു ലിക്വിഡ് ബാറ്റർ തയ്യാറാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. 2 കപ്പ് അരിപ്പൊടിക്ക് അതിൻ്റെ പകുതി അളവിൽ, അതായത് 1 കപ്പ് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണ് ആ മധുരമൊക്കെ ഉള്ളത്. അപ്പോൾ മധുരം താല്പര്യമുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പം നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കുക. അതിന് മുമ്പ് ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ ഇടിയപ്പം പൊടി വാട്ടാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളമല്ലേ ഒഴിക്കാറ്. അപ്പം നല്ല തിളച്ച വെള്ളം വേണമെന്നില്ല, എങ്കിലും നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ ചെറിയ കട്ടയൊക്കെ ഉണ്ട്, നമുക്കിതൊന്ന് കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. ഇത് ചുടാനൊക്കെ വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടയെല്ലാം തന്നെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ തിരികെ ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ, എങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് നിങ്ങൾക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. 2 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് കോൺഫ്ലോറിനും കറക്റ്റ് 2 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സേവനാഴി ഒന്നും ഇതിന് വേണ്ട, വളരെ ഈസിയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ വലിയ കുപ്പി ഉണ്ടല്ലോ, അത് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടി ചെറിയൊരു കുപ്പി എടുത്തതേ ഉള്ളൂ. ഇനി ഒരു പിന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. വലുതൊന്നും വേണ്ട, ചെറുത് മതി. ഈ പിന്ന് നമ്മൾ സാധാരണ തയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയ പിന്നാണ് കേട്ടോ. നോക്കിക്കോളൂ, ഈ ഒരു ചെറിയ അളവ് ഇത്രയേ ഉള്ളൂ. ഞാൻ 2 സൈഡ് ഹോൾ കണ്ട ഇതുപോലെ ഒരു ഹോളാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ടോ മറ്റോ കുറച്ചിങ്ങനെ കോരി ഒഴിച്ച് നിറച്ച് കൊടുക്കാം. ആ മാവ് ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് നിറഞ്ഞ് വന്നോട്ടെ. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ മറ്റ് വീഡിയോകൾ ഇടുമ്പോൾ അതും കൂടി ഒന്ന് കണ്ടാൽ മാത്രമാണ് നമുക്കൊന്ന് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനതൊന്ന് നിറച്ചെടുത്തോട്ടെ. അപ്പോൾ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഒരു ചെറിയ ഹോളിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് ചുട്ടെടുക്കണേന്ന് നോക്കാം. അപ്പോൾ ഇത് ചുടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, ഒട്ടും തന്നെ തീ കൂട്ടിയിടരുത്. അവസാനം വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. അപ്പം പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ഹോളിക്കോട് ഇതുപോലെ ഒന്ന് മാവ് ചുറ്റിച്ചു കൊടുക്കാം. വളരെ ഈസിയാണ്, വേഗം ചുറ്റിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഷേപ്പ് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കാം. പെട്ടെന്നാവും, എന്താ പറയുക, ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. നമുക്ക് ഒരു 2 സെക്കൻഡൊക്കെ ആയിട്ടുള്ളൂ. 2 സെക്കൻഡാണ് കേട്ടോ, വളരെ വേഗത്തിൽ. അപ്പോൾ അതിങ്ങനെ വിട്ട് വരും. ഇത്രയേ ഉള്ളൂ, നമുക്കൊന്ന് മാറ്റാം. ഇപ്പം നിർത്തരുത് നിങ്ങൾ. ഞാനത് എങ്ങനെയാണ് ഇപ്പം ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക, അതെങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ളതെല്ലാം തന്നെ ഈ ഒരു രീതിയിലൊന്ന് ചുട്ടെടുത്തോട്ടെ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കുക കേട്ടോ.
അപ്പോൾ അതാ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചുട്ടെടുക്കുന്ന സമയത്ത് ഇതുപോലെ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ചുടുന്നത് ഇതുപോലെ ഒരു ടവലിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ ടവൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ വേറെ ടവൽ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലിരുന്നിട്ട് സോഫ്റ്റ് ആയിട്ട് വരുവാണ് ചെയ്യുക. അതിനുശേഷം കൈ വെച്ചിട്ട് ഒന്ന് വിടർത്തി കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം ചുട്ടെടുക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നും. ഇതുപോലെ വിടർത്തി എടുക്കും, നിറയെ ഉണ്ടാവും കേട്ടോ. കണ്ടല്ലോ, നല്ല കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ, നല്ല നൂല് പോലെയാണ് കിടക്കണേ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതെല്ലാം ചുട്ടെടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പമാണ്. നമ്മൾ സാധാരണ പൊടി വാട്ടി കുഴച്ച് പിഴിഞ്ഞൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് സാധാരണ എന്താ പറയുക ഈ ഇടിയപ്പമൊക്കെ ചുട്ടെടുക്കാറില്ല. ഇത് ആകുമ്പോൾ വളരെ ഈസിയാണ്. നമ്മൾ ലിക്വിഡ് ഡോ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ, കാണുമ്പോൾ നമ്മൾ ഏത് കറി കൂട്ടിയാണ് ഇടിയപ്പമൊക്കെ കഴിക്കുന്നത് അത് സെയിം കറി തന്നെ ഇത് വെച്ചിട്ട് കഴിക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മളതിൽ നാളികേരമൊക്കെ ചേർക്കുന്നത് മാത്രം, ഇതിൽ നാളികേരമൊന്നും ചേർത്തിട്ടില്ല. ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇതിപ്പോൾ ബാക്കിയായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലോട്ട് നമ്മളത് ആവി കയറ്റി ഇടിക്കില്ല, അതുപോലെ തന്നെ ഇതും ആവി കയറ്റി എടുത്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതാണ്. ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.